ഈ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുമ്പോഴേ ഉമ്മൻചാണ്ടിക്ക് ഒരു മതിയായ ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് നമ്മുടെ ഉണ്ടാവേണ്ട ഒരാളുണ്ടായില്ല. അല്ല, അത് വ്യത്യസ്തമായ കാര്യമാണത്. അതിവിടെ കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇവിടെ പരാമർശിക്കപ്പെട്ട വിഷയം ശ്രീ ഗണേഷ് കുമാറിൻ്റെ പരാമർശങ്ങളാണ്. അദ്ദേഹത്തെ പോലൊരു മന്ത്രി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പിന്നെ ഉമ്മൻചാണ്ടിക്ക് ഒന്നും ഒളിച്ചു വെക്കാനൊന്നുമില്ല. ഉമ്മൻചാണ്ടിയുടെ ജീവിതം തുറന്ന പുസ്തകം തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് പേടിപ്പിച്ചാലൊന്നും അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ശരിയല്ല അങ്ങനെ പറയുന്നതൊന്നും. ഗണേഷ് കുമാർ ഞങ്ങളുടെ ക്യാബിനറ്റ് ഞങ്ങളുടെ സഹപ്രവർത്തകനാണ്, ഞങ്ങളുടെയൊക്കെ നല്ല സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ, ആ ഭീഷണിയുടെ സ്വരം, അത് ഒഴിവാക്കേണ്ടതായിരുന്നു. ഉമ്മൻചാണ്ടി എന്ത് ചെയ്യാനായിട്ടാണ്? ഉമ്മൻചാണ്ടി ഞാൻ അറിയുന്നിടത്തോളം അവരിൽ രഞ്ജിപ്പുണ്ടാക്കാനും അവരുടെ ഐക്യപ്പെടുത്താനും ശ്രമിച്ചിട്ടുള്ളൂ. ഉമ്മൻചാണ്ടി ഒരിക്കലും കുടുംബം കലക്കുന്ന ആളല്ല. ഉമ്മൻചാണ്ടിക്ക് ആ ഒരു ഇതൊന്നുമില്ല. ഉമ്മൻചാണ്ടി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അത് കേരളത്തിലെ ആരും വിശ്വസിക്കത്തില്ല അങ്ങനെ പറഞ്ഞാൽ. എവിടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് പരിഹരിക്കാൻ നോക്കുന്നതല്ലാതെ ഒരു കുടുംബത്തെ കലക്കാനോ അകറ്റാനോ ഒന്നും ഉമ്മൻചാണ്ടി നോക്കത്തില്ല. അത് ഗണേശൻ എന്ത് പറഞ്ഞാലും ശരി, അത് ജനസമൂഹം വിശ്വസിക്കത്തില്ല. അത് അത് ഉമ്മൻചാണ്ടിയുടെ മാത്രം തീരുമാനമല്ല. അത് ഈ വിഷയങ്ങൾ, ആ കേസുണ്ടായി, ആ വിഷയങ്ങൾ UDF ചർച്ച ചെയ്തു. UDFിൻ്റെ നിർദ്ദേശമാണ് മന്ത്രി ഗണേശൻ രാജിവെക്കണം എന്നുള്ളത്. തീരുമാനം ഉമ്മൻചാണ്ടിയുടെ മാത്രമായിട്ടതല്ല. പക്ഷേ ചീഫ് മിനിസ്റ്ററാണ്, അദ്ദേഹമാണ് ഡിസൈഡിങ് ഫാക്ടർ. അങ്ങനെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഗണേശൻ രാജിവെക്കുകയായിരുന്നു, പുറത്താക്കിയൊന്നുമല്ല, രാജിവെക്കുകയായിരുന്നു. പിന്നീട് എടുക്കാമെന്ന് പറഞ്ഞു വന്ന് എനിക്കറിയില്ല. പക്ഷെ എടുക്കാൻ കഴിയാതെ പോയത് ഉമ്മൻചാണ്ടി കൊട്ടാരക്കര കോടതി കൊടുത്ത മൊഴി അനുസരിച്ചാണെങ്കിൽ പിന്നീടുണ്ടായ സംഭവവികാസങ്ങൾ അനുസരിച്ചാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയത്. അത് ഉമ്മൻചാണ്ടി തെറ്റുകാരനൊന്നുമല്ല. കേരളത്തിലായിരിക്കും നോക്കാം. ഞാൻ കാര്യം ആലോചിച്ചിട്ടില്ല. ഞാൻ 2021 സ്വയം വേണ്ടെന്ന് വെച്ചു ആണ്. 2021 ഞാൻ 8 തവണ, അതായത് 39 കൊല്ലം MLA ആയിരുന്നു ഇരിക്കൂറിൽ. അന്നാണ് ഞാൻ തീരുമാനിച്ച് മാറിയത്. കാരണം ഞാനവിടെ പ്രതി ലോങ് പീരീഡ് ഞാനവിടെ MLA ആയിരുന്നു. ഞാൻ അവിടെ തുടർന്നിരുന്നെങ്കിൽ പിന്നീട് സിറ്റിംഗ് MLA നമുക്കെല്ലാം സീറ്റ് കൊടുത്തു. എനിക്ക് വേണേൽ മത്സരിക്കാമായിരുന്നു. പക്ഷേ ഞാനത് അത്രയും നീണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞ് ഞാനൊരു മത്സരിക്കേണ്ടെന്ന് സ്വയം തീരുമാനിച്ചതാണ്. ആ തീരുമാനത്തിൽ ഇരിക്കൂറിൽ. ആ അല്ലല്ല, പേരൊക്കെ ഒരിടത്ത് പറയുന്നത് നല്ല കാര്യം. പേരൊക്കെ സുഖമുള്ള കാര്യമല്ലേ. അല്ല, അങ്ങനെ മത്സരിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഞാനങ്ങനെ ആഗ്രഹം പറഞ്ഞിട്ടില്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പരമാവധി പാർട്ടി കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രയോറിറ്റി. കഴിഞ്ഞ തവണ മത്സരിക്കേണ്ടെന്നങ്ങ് തീരുമാനിച്ചത്, അത്ര ഒരു തീരുമാനം ഇത്തവണ എടുത്തിട്ടില്ല താരം. അതിനകത്തെ ഉഭയകക്ഷി ചർച്ച ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈ ലീഗുമായി ചർച്ച കഴിഞ്ഞു, കേരള കോൺഗ്രസ് സംസാരിക്കാൻ പോകുന്നേ ഉള്ളൂ. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം പരിഗണിച്ചായിരിക്കും തീരുമാനിക്കാൻ പോകുന്നത്. നേതാക്കന്മാരെല്ലാം ഇപ്പോൾ ഡൽഹി പോയിരിക്കുകയാണ്. മടങ്ങി വന്ന് കഴിഞ്ഞിട്ട് ഈ ഘടകകക്ഷികൾ തമ്മിൽ ചർച്ചകൾ തുടരും. അപ്പോൾ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. എല്ലാം രമ്യമായിട്ട് പരിഹാരം ഉണ്ടാക്കുക. അല്ല, അങ്ങനെ വിലയിരുത്തിയിട്ടില്ല. ഞങ്ങൾ UDFിൻ്റെ ആയിട്ട് കാണുന്നില്ല, കോൺഗ്രസ് നടത്തുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ വിജയസാധ്യത നോക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കുക. അതിന് ഒരു തർക്കവും UDFിൽ ഉണ്ടാകത്തില്ല. UDF രമ്യമായിട്ട് പരിഹാരം ഉണ്ടാക്കും. അല്ല, അതുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ചർച്ച ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഘടകകക്ഷിയോട് സംസാരിക്കുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരും. ഓക്കെ, താങ്ക് യു. സ്വർണ്ണക്കൊള്ള കേസ് വളരെ സജീവമായി ചർച്ച ചെയ്ത് നിൽക്കുകയാണല്ലോ. ഈ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണം കടകംപള്ളിക്കും CPM-നും LDF-നും ഒക്കെ എതിരായിരുന്നു. അത് നേരെ അതേ രീതിയിലുള്ള സമാന ആരോപണം കൺവീനർക്ക് നേരെ വരികയാണ്. അടൂർ പ്രകാശ് അപ്പോൾ കൂടുതൽ ചിത്രങ്ങൾ വരുന്നു. ആദ്യം അടൂർ പ്രകാശ് അത് നിഷേധിക്കുന്നു.
പിന്നീട് ഓരോ ചിത്രങ്ങൾ വരുമ്പോൾ പലതവണ കണ്ടതായി അടൂർ പ്രകാശ് പറയുകയാണ്. അപ്പൊ ഇത് ഒരു വലിയ പ്രതീക്ഷ UDF തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ആ സാഹചര്യമൊന്നുമില്ല. ആരെങ്കിലും കണ്ടതുകൊണ്ടല്ലോ കേസ് ഉണ്ടാകുന്നത്. ഇപ്പം ആരെങ്കിലും കണ്ടില്ലെന്നുള്ളതല്ലോ കേസിന് ആധാരമായ സംഭവം. അടൂർ പ്രകാശ് അദ്ദേഹത്തിൻ്റെ കാര്യം പറയട്ടെ. പക്ഷെ അതുകൊണ്ടൊന്നും കേസ് മാറാൻ പോകുന്നു. ഇത് അതിനേക്കാൾ എത്രയോ പുതിയ മാനങ്ങളിലേക്ക് വരുന്നു. സുപ്രീം കോടതി പോലും പറഞ്ഞ കമൻറ്റുകൾ കേട്ടില്ലേ? അല്ല, ഒരാളിനെ കണ്ടില്ല അതുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് ഇതിനെ സ്വാധീനിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിൻ്റെ മാനങ്ങൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ. നമ്മളൊക്കെ ഒരു നേർച്ചക്കാശ് 10 പൈസ വഴി കിടന്ന് എടുത്ത് നേർച്ചപ്പെട്ടിലിടുന്നതല്ലാതെ എടുത്തുകൊണ്ടാരും പോകത്തില്ല. വിശ്വാസമുള്ള ആൾക്കാരും കോടതി പറഞ്ഞ പോലെ ശബരിമലയെ സംരക്ഷിക്കേണ്ട ആൾക്കാർ അവർ തന്നെ ഇത്രയും വലിയ ഈ കാട്ടുകൊള്ളയ്ക്ക് കൂട്ടുമെന്ന് പറഞ്ഞാൽ അതൊക്കെ പുറത്തു വരട്ടെ.